ഇസ്രായേലിൽ ഇതുപോലെ തന്നെ ലോത്തിൻ്റെ സ്വഭാവമുള്ള വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. യഹോഷാഫാത്ത് രാജാവാണ്. അയാളും ഉടമ്പടിയുടെ ആനുകൂല്യം ഗുണഭോക്താവായ ഒരു മനുഷ്യനാണ്. യഹോഷാഫാത്ത് രാജാവെന്ന് തന്നെയല്ല, സൗളിൻ്റെ കാലത്തിന് ശേഷം ദാവീദിൻ്റെ കാലത്തോടു കൂടി ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷകൻ വരെ ജനിച്ചത്. ആ ദാവീദ് മുതൽ രക്ഷകൻ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഇസ്രായേൽ രാജാക്കന്മാരും, സോളമൻ ഉൾപ്പെടെ ജെറോബാം, ജക്കോബാം, ആഹാസ് ഒഴിച്ച് ഹെസക്കിയ ഉൾപ്പെടെ എല്ലാവരും ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. പക്ഷെ അവർക്ക് ചിലർക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് യഹോഷാഫാത്തിനെ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ വചനം പറയും. ശ്രദ്ധിക്കട്ടെ. ദിനവൃത്താന്തം 20:33 പുസ്തകം ക്രോണിക്കൽ, സെക്കൻഡ് ക്രോണിക്കൽ 20:33. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ലോത്തിന്റെ വകുപ്പിൽപ്പെടുന്ന ആളാണിത്. ഉടമ്പടിയുടെ സഹകാരിയാണ്, ഗുണഭോക്താവാണ്. 32 വയസ്സ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. തന്റെ പിതാവായ പറഞ്ഞേ ആസായുടെ മാർഗത്തിൽ നിന്ന്. അതാണ് ഉടമ്പടി മാർഗം എന്ന് പറയണത്. മാർഗത്തിൽ നിന്ന് വായിച്ചോളൂ. വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ മുൻപാകെ നീതിയായി പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ദാറ്റ്സ് ദ പോയിന്റ്. ഇയാൾ ഉടമ്പടിയോട് സഹകരിക്കുന്ന ആളാണ്. ആഹാസിൻ്റെ ഉടമ്പടി, അപ്പൻ്റെ ഉടമ്പടി, അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചു പോകുന്ന ആളാണ് യഹോഷാഫാത്ത്. എന്തായൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിങ്ങനെ നീതിയായിട്ടൊക്കെയാണ് ഭരിക്കണത്, അതുപോലെ തന്നെ സത്യമായിട്ടൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യം കക്ഷി കോംപ്രമൈസ് ചെയ്തില്ല. എന്താണ്? പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. പൂജാഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇസ്രയേലല്ലാത്തവർ ആരാധിക്കുന്ന ദൈവസ്ഥാനങ്ങളാണ്. അന്നത്തെ പ്രാചീന ഗോത്രവർഗക്കാർ അവിടെ ആരാധനയിലെ ഉപയോഗിച്ചിരുന്നത് വ്യഭിചാരമാണ്. അതാണ് പ്രോബ്ലം. പൂജാഗിരിയുടെ പ്രശ്നം അതാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്നതിന് പകരം അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സ്ത്രീയൊക്കെ വന്ന് ഈ പൂജാഗിരിയിൽ വ്യഭിചരിച്ചിട്ട് പോകും. ഇത്തരം ഒത്തിരിയേറെ ഉയർന്ന സ്ഥലങ്ങൾ യഹോഷാഫാത്ത് രാജാവിൻ്റെ കാലത്തുണ്ടായി. ഇത് തച്ചുടച്ച് കളയണം, എന്നാലേ രാജ്യം വിശുദ്ധി ജീവിക്കത്തുള്ളെന്ന് എത്രയോ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഈ വോട്ട് കാരണവും ജനങ്ങൾ അങ്ങനെ മെച്ചമായ ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം പുള്ളിക്കാരൻ അതിനോട് ഒത്തുതീർന്ന് പൂജാഗിരികളെ നിലനിർത്തി. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂജാഗിരികളെന്ന് പറയുമ്പോൾ നിങ്ങളെ അസന്മാർക്ക് ജീവിതത്തിന് പോകണമെന്നല്ല അച്ഛൻ പറയണത്. ഒരു പക്ഷേ ദൈവത്തെ നിരക്കാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. പൂജാഗിരികൾ ചില സമയത്ത് ചില ആൾക്കാരുള്ള വെറുപ്പായിരിക്കും, ചിലപ്പോൾ ചില വിഷയത്തിലുള്ള ആസക്തിയായിരിക്കും. ഞാനൊരിക്കൽ ഒരു മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ 6 പവൻ്റെ പിണ്ടിമാല വിട്ട് കുഴിക്കേ നിൽക്കണ ഞാൻ കാഴ്ച കണ്ട്. കാര്യം അത് അവർ ചട്ടയുടെ അകത്ത് കിടന്ന മാലയാണതേ. അവർ അവിടെ നിന്ന് ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഈ തുടൽ പോലെ സ്വർണ്ണമാല കിടക്കുക. ഇതൊരു ആസക്തിയാണ്, ഒരു പൂജാഗിരിയാണ്. നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണത്തോടോ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ നിനക്ക് ദൈവത്തിൻ്റെ, കാരണം നീ വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത്. ചിലർക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ
ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം ഉടമ്പടിയിൽ പൂജാഗിരികളാണ്. നിങ്ങൾക്ക് തോന്നണില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലാതൊരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി 13:3 അങ്ങ് അരുളി ചെയ്തു ഉടമ്പടിയിലായിരിക്കുന്ന എബ്രാഹാം തന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കണമെന്ന്. കർത്താവ് ലോകത്തിന്റെ മുമ്പില് ജഡത്തിന്റെ മുമ്പില് വ്യാപരിക്കാതെ അങ്ങയുടെ തിരുസന്നിധി വ്യാപരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഇന്നലെ ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് ഒരു ചെടുത്തി, ഞാൻ വേറെ ഒരു സോഴ്സിൽ നിന്ന് കേട്ടതാണ്. ചെടുത്തിക്ക് 10-65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയാണ്, ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന്. ഇതാണ് സംഭവം. അപ്പോൾ പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് അമ്മ പ്രസവിക്കണം, ഞാൻ ഇടയ്ക്ക് പറയല്ലേ, പശു പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടുന്ന പോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. നിങ്ങൾ ദൈവവുമായിട്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടും ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ്? നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ്, വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻറ്റ്. നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം, പെർസീവിങ് ഫെയ്ത്ത്, നീണ്ടു നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശ്വസ്തതയെന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്ത് എനിക്ക് വിശ്വാസത്താലും വിശ്വസ്തതയാലും എബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. ഉടമ്പടിയുടെ രീതി അറിയാമല്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും, അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ദാവീദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദാണ്. അയാൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ, തൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരുന്നു ദാവീദിൻ്റെ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ XY ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നിൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരിക്കണം നിൻ്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയിടിച്ച് കർത്താൻ നിയമാവർത്തനം 7:12 അതായത് നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും. അതാണ് വിഷയം. ഒരു പക്ഷേ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ചയൊക്കെ വരാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ തകർന്നാലും ചിലർ ആ ഒരു ചെറിയ തകർച്ചയോട് കൂടി വേണ്ടൊന്നുമില്ല, ഒരു ജപ്തി നടപടി ഇടയ്ക്ക് കയറി വന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും. എൻ്റെ അനുഭവത്തിൽ ഒരു 50% ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ 100 പേര് വന്ന 50 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നാളെ കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവർ പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും നിബന്ധനകളെ അനുസരിക്കുന്നതിൽ നിന്നും അവർ പതുക്കെ മാറും. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വായും പൊളിച്ച് കണ്ണും തുറിച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് റോങ്.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി എൻ്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശ്വസ്തതയാൽ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദുമായിട്ടാണ്. എന്തങ്ങനെ പറയാൻ കാര്യം? രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു, എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത്. യു മസ്റ്റ് ഗെറ്റ് ഓൺ. അതായത് അത് ഇതിൻ്റെ തൊള്ളതാണ്. ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത്. നീ നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ള ബോധ്യത തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദാവീദിൻ്റെ കാര്യം കണ്ടേ, 2 നിയമാവർത്തനം 2 സാമുവേൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 2 സാമുവേൽ 15:20. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 15:20. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷേ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ 0 മൈനസായിട്ട് വരികയാണ്. അങ്ങനെ അവൻ തലയെ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്നറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷ എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാരണം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അപ്പോഴ് ആ ഹൂഷായോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും 2 സാമുവേൽ 10:15-20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പുള്ളി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോടുകൂടി എന്തിനാണ് വരണത്? അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ്. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷയോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവ്. നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകത്തില്ല. അത് നീ തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുഖല്ലേ. ദാവീദ് പെട്ടെന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും, കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു, ഭയങ്കര പൊരുവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട. ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് പോലും എനിക്കൊരു പിടിയുമില്ല. ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം. നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും, പക്ഷേ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കർത്താൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക. കർത്താവ് എന്നിലൂടെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.